വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഞങ്ങളങ്ങനെ റെഡിയായിട്ട് മല കയറാൻ പോവാണ്. മഴയാണ്. കയറുമോ കയറാതെ പിന്നെ ട്രെയിനല്ല വിഞ്ചി കയറി പോകുമെന്ന് തമ്പുരാനറിയാം. അമ്മയും റെഡി, ഞാനും റെഡി, ആദ്യം റെഡി, ഇവിടെ റെഡി. ഞങ്ങൾ പോയിട്ട് വരാം. ഭയങ്കര മഴയാണ്. കാലാവസ്ഥ വളരെ മോശമാണ്. എന്നാലും ചെറുതായിട്ടേ മഴ പെയ്യുന്നുള്ളൂ. നമ്മളീ പോകുന്നത് പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ടാണ്. നേരത്തെ ആ വഴിയായിരുന്നു നമ്മൾ പളനിമലയുടെ ബാക്കിലൂടെ പോകുന്നത്. പക്ഷേ ഈ വട്ടം വന്നപ്പോഴോ മതിൽ കെട്ടി അത് അടച്ചിട്ടുണ്ട്. പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. പാർക്കിങ്ങിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറി പോകാനുള്ള ഒരു വേ ഉണ്ട്. അങ്ങനെ ആദ്യം ഞാനും അമ്മ വഴിതെറ്റി തിരിച്ച് നമ്മൾ വഴി കണ്ടുപിടിച്ച് നേരെ പളനിമലയിലോട്ട് നടക്കുക. ഈ കണ്ട സാധനം അവിടെ ഒരച്ഛൻ കൊണ്ട് തന്നാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. നല്ലതാണെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. കാര്യം നമ്മൾക്ക് അതിൽ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് മേടിച്ചിട്ടുണ്ട്. അവിടെ ഇട്ടേക്കാം മഞ്ചിയിൽ. അങ്ങനെ ഞങ്ങൾ ഈ രീതിയിലൂടെ വിഞ്ചി പിടിച്ച് കയറാനായിരുന്നു ആദ്യത്തെ പ്ലാനും. അവിടെ ചെന്നപ്പം ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായി. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം കമ്പൽസറി ആയിട്ട് ഫോൺ ലോക്കറിൽ കൊടുത്തിട്ട് വേണം പോകാൻ. അവിടെ സൂക്ഷിക്കണം. നമ്മൾ ട്രസ്റ്റഡ് ആണ്, കൊടുത്തിട്ട് പോകാൻ. ദേവസ്വത്തിന് തന്നെയാണ് 5 രൂപയാണ് ഒരു ഫോണിന് അവർ ഈടാക്കുന്നത്. അവിടെ അതിൻ്റേതായിട്ടുണ്ട്. ആ നിൽക്കുന്നവരെല്ലാം ഫോൺ കൊടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വിഞ്ചിൽ വെറുതെ ക്യൂ നിന്ന് 3-4 മണിക്കൂർ കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് ആനപ്പാത വഴി കയറാമെന്ന് കരുതി. അങ്ങനെ എൻട്രൻസിട്ട് അവിടെ വന്ന് നമ്മളവിടെ പ്രാർത്ഥിച്ച് അവിടുന്ന് നേർച്ചയൊക്കെ ഇട്ട് നമ്മൾ മുരുകനെ വിളിച്ചുകൊണ്ട് ആനപ്പാത വഴി മുകളിലോട്ട് കയറുകയാണ്. അവിടെ ഫോൺ ലോക്കറി അവിടെ കൊടുക്കുന്നില്ലെന്ന് വെച്ച് നമ്മൾ ഈ വശത്തൂടെ പോകാമെന്ന് വെച്ചാണ്. ഫോൺ ചിലപ്പോൾ കയറ്റാമല്ലോ, ഉള്ളിലോട്ട് എടുക്കാമല്ലോ, ഫോട്ടോയും വ്യൂസൊക്കെ ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആനപ്പാതയിലൂടെ കയറാമെന്ന് വെച്ചപ്പോഴത്തേക്ക് കിടക്കുന്നു. അവിടെ ഫോൺ അവിടെ ചെക്കിങ് ഉണ്ട്. 2 സെക്ഷനായിട്ട് മെയിലിനെ ഫീമെയിലിനെ ചെക്ക് ചെയ്തിട്ടേ വിടുന്നുള്ളായിരുന്നു. ബാഗൊക്കെ നോക്കിയിട്ടാണ് വിടുന്നത്. പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഉള്ള വ്യൂ ആയിരുന്നു. അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു. ഒരച്ഛൻ കാവടി ആടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എന്തോ തൊലിഞ്ഞ റൂളൊക്കെ. എങ്ങനെങ്കിലും റൂമിൽ ചെന്നാൽ മതിയെന്നായിരുന്നു ആ നടത്തം. അയ്യോ, അതുപോലെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. ഇവിടുത്തെ നാരങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നാരങ്ങയുടെ സീസണാണെന്നാണ് അമ്മയൊക്കെ പറയുന്നത്. ഒരു നാരങ്ങ വെള്ളത്തിന് ഒരു കടയിൽ 40, ഒരു കടയിൽ 50. എന്തായാലും നാരങ്ങ വെള്ളത്തിന് തന്നെ 160 രൂപ പൊട്ടിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് അടുത്തുള്ള അമൃതാസ് എന്ന് പറയുന്ന വേറൊരു മലയാളി ഹോട്ടലുണ്ട്, അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കഴിച്ചു. അട്ടർ ഫ്ലോപ്പായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് നടക്കാമെന്ന് വെച്ച് ഞാനും അമ്മയും കൂടെ ഇറങ്ങി. പിള്ളേരെ മുറിയിൽ ഇരുത്തിയിട്ട് ഭയങ്കര വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലായിരുന്നു. ഒന്നും പറയണ്ട. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്ക് അവരുടെ തന്നെ ഫ്രീ ബസ് ഉണ്ടായിരുന്നു. ഞാനും അമ്മയും അതിൽ കയറി അപ്പുറത്തും ഇപ്പുറത്തും വരെ ഇറങ്ങി. അത് നല്ല രസമുണ്ടായിരുന്നു. അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഫ്രീ ബസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതാണ്. പ്രായമായവർക്കും നടക്കാൻ വയ്യാത്തവർക്കും ഒക്കെ നല്ലൊരു സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് അപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ നടക്കുന്ന വഴിയിലൂടെ. അവിടെ എല്ലാം ക്ലീനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് അവിടുത്തെ റൂൾസ് കുറച്ചുകൂടെ ഷാർപ്പാക്കിയിട്ടുണ്ട്. അതെനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ മലയിലോട്ട് ഫോൺ ഉപയോഗം കുറച്ചത്, അതുപോലെ നമ്മളുടെ എന്താണ് അവിടെ ഫോട്ടോഗ്രാഫിങ് വീഡിയോഗ്രാഫിങ് അവർ അനുവദിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തെങ്കിലും ആട്ടെ. ഞാൻ അമ്മയെ വിട്ടതിന് ശേഷം അമ്പാടിയും കൊണ്ട് ഇറങ്ങി. അപ്പം പാലക്കാട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയോടെ കഴിഞ്ഞ് ഞാനും അമ്പാടിയും കൂടെ ഗിരിവീതിയിലൂടെ നടക്കുകയാണ്. കടകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് കടകളുണ്ട്. അവർ നമ്മളെ നന്നായിട്ട് പറ്റിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും വീഴരുത്. ആ കാണുന്ന മോരും വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഇരിക്കുന്ന ടച്ചിങ്സ് പോലെ നമുക്ക് കടിച്ചു കൂട്ടാം. കാവടിയായിട്ടും ഡാൻസും തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഡാൻസ് കളിക്കുന്നതിന് ഒരു മടിയില്ല. ഇങ്ങനെ വേണം, എനിക്കിഷ്ടപ്പെട്ടു. എനർജറ്റിക്കായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതും കണ്ട് ഇവിടെ മാങ്ങയൊക്കെ വിൽക്കുന്നത് നല്ല പൊരിഞ്ഞ വെയിലത്ത് ചായയും കുടിച്ച് സൈക്കോത്തരം കാണിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടായിരുന്നു. ചായയും കുടിച്ചുകൊണ്ടിരുന്ന് മാങ്ങ വിൽക്കുന്നു, പൊരി വിൽക്കുന്നു, അങ്ങനെ പലതും. അതെന്തെങ്കിലുമായിട്ട് അവരുടെ കച്ചവടം, അവരുടെ ജീവിത വരുമാന മാർഗ്ഗം അതവിടെ കെട്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് പോയി. അങ്ങനെ നാട്ടിലോട്ട് പോകുന്നതിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ പറഞ്ഞ്
ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. എൻ്റെ നഖ നൈസായിട്ട് ഡോറെ കൊണ്ട് പൊട്ടിയിട്ടുണ്ട്. മുഴുവനും പൊട്ടിയില്ല, ഭാഗ്യം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓട്ടോയും പിടിച്ച് പോവുകയാണ്. നമുക്കറിയുന്ന ആളവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറച്ച് കൊടുത്താൽ മതി. അതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. നമ്മൾ പോകുന്ന വഴി കുതിരവണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ അടി ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല, എന്തായാലും ഇപ്പം കണ്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ അടി കണ്ട്. അങ്ങനെ ഓരോ ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു, വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിൻ വരാൻ ഡിലേ ആയിട്ടുണ്ടായിരുന്നു, ഒരര മണിക്കൂറോളം. വന്നപ്പോഴോ കയറാനൊരു അമ്മച്ചി കാരണമെന്ന് പറയണ്ട. അങ്ങനെ കയറി ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.